الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, കഴിഞ്ഞയാഴ്ച ഈ മജ്ലിസിൽ നമ്മൾ തുടങ്ങി വെച്ചത് സലഫു സ്വാലിഹുകളുടെ ചില വസിയത്തുകളായിരുന്നു. ദീനിന്റെ പ്രധാനപ്പെട്ട രംഗങ്ങളിൽ, മേഖലകളിൽ അവർ കാഴ്ചവെച്ച ചില സമീപനങ്ങൾ അവരുടെ പ്രസിദ്ധമായ ആധാറുകളിലൂടെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിനോട് തുടർച്ചയായി ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പുറമേക്ക് ബാഹ്യമായി ചെയ്യുന്ന ഇബാദത്തുകൾക്കപ്പുറത്ത് അതിനേക്കാൾ ശ്രമകരമായി നമ്മൾ നടപ്പിലാക്കേണ്ടുന്ന ആന്തരികമായ ഇബാദത്തുകൾ, നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾ, നിസ്കാരം, ദാനധർമ്മങ്ങൾ, ഹജ്ജ്, അതുപോലെ തന്നെ നോമ്പ്, ഇതെല്ലാം നമ്മൾ ശാരീരികമായി അധ്വാനിച്ച് പുറമേക്ക് പ്രകടിപ്പിക്കുന്ന ഇബാദത്തുകളാണെങ്കിൽ നമ്മുടെ ഖൽബിനകത്ത് ഈ പറഞ്ഞ പുറമേക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ ചെയ്യുമ്പോഴും അതല്ലാത്തപ്പോഴും ഹൃദയത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ചില ഇബാദത്തുകളുണ്ട്. ആ രംഗങ്ങളിൽ സലഫുകളുടെ നിലപാടുകൾ എന്തായിരുന്നു എന്നതാണ് ഇന്ന് ചില ആധാറുകളിലൂടെ ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള തഅളീം. ഈ വിഷയം നമ്മൾ മുമ്പൊരിക്കൽ വിശദമായി സംസാരിച്ചതാണ്. തഅളീമുല്ലാഹ്, അല്ലാഹുവിന്റെ മഹത്വം, അവന്റെ വലുപ്പം, അവന്റെ ഗാംഭീര്യം, അത് ഉൾക്കൊള്ളുന്ന രംഗങ്ങളിൽ സലഫുകളുടെ നിലപാടെന്തായിരുന്നു? ദുൽഹിജ്ജയുടെ ആദ്യ 10 നമുക്ക് ശറഅാക്കപ്പെട്ട മഹത്തായ ഇബാദത്താണ് തക്ബീർ. ദുൽഹിജ്ജ 1 ആരംഭിച്ചത് മുതൽ അയ്യാമത്തെ ശരീക്കിന്റെ അവസാന സമയം വരെ നിരുപാധികം നമുക്ക് തക്ബീർ ചൊല്ലൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. വീട്ടിലും മസ്ജിദിലും നിസ്കാരത്തിന് ശേഷവും മുമ്പും അങ്ങാടിയിലും എവിടെയാണ് ജോലിസ്ഥലങ്ങളിലും നിരുപാധികം ഒരു ഉപാധിയില്ലാതെ തക്ബീർ ഉച്ചത്തിൽ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്, മരിച്ചുപോയ സുന്നത്താണത്. എന്താണ് തക്ബീർ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലുപ്പം, അവന്റെ മഹത്വം, അവനവന്റെ നാമഗുണവിശേഷണങ്ങളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ, അവന്റെ കൽപ്പനകളിൽ, അവന്റെ വിലക്കുകളിൽ, അവന്റെ സൗന്ദര്യത്തിൽ, അവന്റെ കാരുണ്യത്തിൽ, അവന്റെ മഗ്ഫിറത്തിൽ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ചേരുന്ന എന്തെല്ലാമുണ്ടോ അതിലെല്ലാം അവൻ മഹാനാണ്. അവൻ അങ്ങേയറ്റം ഗാംഭീര്യവും വലുപ്പവും ഉള്ളവനാണ്. ഇതാണ് തക്ബീറിന്റെ ആകത്തുക. ഈ തക്ബീർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വവും വലുപ്പവും വാഴ്ത്തുന്ന ഏറ്റവും അനുയോജ്യമായ വാക്കാണ് അല്ലാഹു അക്ബർ എന്നുള്ള പ്രയോഗം. അതുകൊണ്ടാണ് നിസ്കാരത്തിലും ബാങ്കിലും ഇഖാമത്തിലും ഉടനീളം നമ്മൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സലഫു സ്വാലിഹീങ്ങളിൽ ചിലർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്വം മനസ്സിലാക്കുന്നവർ, അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുന്നവർ, അവർ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കും. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്നത്? അവൻ അല്ലാഹുവിനെ ശരിക്കും അറിഞ്ഞിട്ടില്ല. അല്ലാഹുവിനെ അറിഞ്ഞവൻ അവൻ ഒരിക്കലും ധിക്കരിക്കുകയില്ല, ഹറാമുകൾ പ്രവർത്തിക്കുകയില്ല.
അക്കൂട്ടത്തിൽ ചിലർ പറഞ്ഞു, വദിത്തു അന്ന ജിസ്മി ഖുദിദ ബിൽ മഖാരീദ് വഅന്ന ഹാദൽ ഖൽഖ കുല്ലഹും അതാഉ അല്ലാഹ അസ്സ വജൽ. എന്റെ ശരീരം, പച്ചയായ ശരീരം, ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് പിച്ചി ചീന്തപ്പെടുകയും ഞാൻ അതനുഭവിക്കപ്പെട്ടാൽ പോലും അള്ളാഹുവിന്റെ പടപ്പുകൾ മുഴുവൻ മഹാനായ റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് അള്ളാഹുവിന്റെ പടപ്പുകളെല്ലാം അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ എന്റെ ശരീരം ബലി കൊടുക്കേണ്ടി വന്നാലും, എന്നെ ക്രൂശിക്കപ്പെട്ടാലും, എന്റെ പച്ചയായ ശരീരം ഇരുമ്പിന്റെ ഈർച്ചവാളുകൾ കൊണ്ട് പിച്ചു ചീന്തപ്പെട്ടാലും, ഞാനത് അനുഭവിക്കേണ്ടി വന്നാലും അള്ളാഹിന്റെ സൃഷ്ടികൾ മഹാനായ റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന സലഫു സാലിഹ്യങ്ങളിൽ ചിലർ പറഞ്ഞു എന്നാണ്. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിന്റെ വലുപ്പവും മഹത്വവും അവരെത്രത്തോളം ഉൾക്കൊണ്ടു എന്നതുകൊണ്ടാണ്. ആ റബ്ബിനെ അനുസരിക്കാതിരിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്, ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മഹാനായ റബ്ബിനെ എല്ലാവരും അനുസരിച്ച് ജീവിക്കണം, ഞാൻ പീഡിപ്പിക്കപ്പെട്ടാലും ക്രൂശിക്കപ്പെട്ടാലും എന്ന് മുൻഗാമികൾ പറയുകയുണ്ടായി. മുൻഗാമികളിൽപ്പെട്ട ഇബ്നു സമ്മാഖ് റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ മറ്റൊരാളെ ഉപദേശിക്കുകയാണ്. ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഉൻദുർ അല്ലാ യറാക അല്ലാഹു ഹൈതു നഹാക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ വിലക്കിയ രംഗങ്ങളിൽ നിന്നെ കാണാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഏതെല്ലാം കാര്യങ്ങളിൽ വിലക്കിയിട്ടുണ്ടോ അവിടെ നിന്നെ കണ്ടേക്കരുത്, നിന്നെ അവിടെ കാണാൻ പാടില്ല. വഅല്ലാ യഫ്ഖിദുക ഹൈതു അമറക്. അല്ലാഹു നിന്നോട് കൽപ്പിച്ച ഇടങ്ങളിൽ നിന്നെ കാണാതിരിക്കാനും പാടില്ല. അല്ലാഹു കൽപ്പിച്ചിടത്ത് നീ ഉണ്ടാകണം, അല്ലാഹു വിലക്കിയിടത്ത് നീ ഉണ്ടാകാൻ പാടില്ല. വസ്തഹി ഫീ ഖുർബിഹി മിൻക വഖുദ്റതിഹി അലൈക്. ഇനി എന്തെങ്കിലും മോശത്തരങ്ങൾ നീ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും അരുതായ്മകൾ ചെയ്യാൻ നീ ആഗ്രഹിക്കുകയാണെങ്കിൽ, നിന്റെ റബ്ബ് നിന്റെ സമീപത്തുണ്ട്, നിന്റെ റബ്ബിന്റെ ഖുദ്റത്ത് നിന്റെ മുകളിലുണ്ട് എന്ന് നീ പേടിക്കണം. അവന്റെ സാമീപ്യത്തെ നീ ലജ്ജിക്കണം. അവൻ കാണാതെ, അവൻ കേൾക്കാതെ, അവൻ അറിയാതെ നിനക്ക് വിരലനക്കാൻ പോലും സാധിക്കുകയില്ല, നിന്റെ ഹൃദയം മിടിക്കുക പോലുമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്ന ഏതെങ്കിലും രംഗങ്ങളിൽ നീ എത്തിയാൽ അല്ലാഹു നിന്റെ അടുത്തുണ്ട് എന്ന് നീ ലജ്ജിക്കുക. നമുക്ക് ബഹുമാനമുള്ള, നമ്മൾ ആദരിക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ആരെങ്കിലും സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു തിന്മ ചെയ്യോ, ഒരു മോശത്തരം ചെയ്യോ, ഒരു വേണ്ടാത്തരം ചെയ്യോ? നമ്മൾ ബഹുമാനിക്കുന്ന ആരെങ്കിലും തല മുതിർന്നവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളവർ കാണാതെ ഒഴിഞ്ഞു മാറും. അവർ കാണും, നമ്മൾ ലജ്ജിക്കും. ആളുകൾ എത്തി നോക്കുക, നമ്മൾ ഇഷ്ടപ്പെടുകയില്ല മോശത്തരങ്ങൾ പ്രവർത്തിക്കുമ്പോൾ. സദാ നിന്നെ കാണുന്ന കേൾക്കുന്ന റബ്ബ് നിന്റെ അടുത്തുണ്ട് എന്ന ലജ്ജ നിനക്ക് വേണം, മറ്റാര് കാണുന്നത് നീ ലജ്ജിക്കുന്നതിനേക്കാൾ എന്ന് മുൻഗാമികൾ പറയുകയാണ്. മഹാനായ വഹബ് ഇബ്നുൽ വറദ് റഹിമഹുല്ലാ, അദ്ദേഹത്തോടൊരു മനുഷ്യൻ വന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപദേശിക്കണം. അപ്പോൾ അദ്ദേഹം വഹബ് ഇബ്നു ഉഹൈബ് ഇബ്നുൽ വറദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇത്തഖി അൻ യകൂന അല്ലാഹു അഹ്വന അൻ-നാദിർ ഇലൈക, ഇത്തഖി അൻ യകൂന അല്ലാഹു അഹ്വന അൻ-നാദിരീന ഇലൈക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കാണുന്ന, വീക്ഷിക്കുന്നവരിൽ ഏറ്റവും നിസാരനായി തീരുന്നത് നീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, പലരും കാണാതിരിക്കാൻ, പലരും കണ്ടാൽ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് മനസ്സിലാക്കി നമ്മൾ പലതും ചെയ്യാതിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ നമ്മൾ ചെയ്യുന്ന വേണ്ടാത്തരങ്ങൾ, തോന്നിവാസങ്ങൾ അറിയാതിരിക്കാൻ നമ്മൾ മൂടിവെക്കും. അവർ കാണുന്നത് നമ്മൾ വെറുക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല സദാ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധം നമ്മളിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് നീ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു നിന്നെ സദാ കാണുന്നു എന്ന ബോധമില്ലാതെ ജനങ്ങളെ കാണിക്കാതിരിക്കാൻ നീ മൂടിവെക്കുമ്പോൾ, ആരുമില്ലാത്ത സമയത്ത് അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധമില്ലാതെ നീ അത് പ്രവർത്തിക്കുമ്പോൾ നീ നിന്ദ്യനാക്കുന്നത്, നീ അവഗണിക്കുന്ന റബ്ബിന്റെ നോട്ടത്തെയാണ്.
ആ റബ്ബിനെ നിന്നെ കാണുന്നവരിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടവനായി നീ മാറ്റരുത്. അള്ളാഹു നിന്നെ സദാ കാണുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നില്ല, ആരും ശ്രദ്ധിക്കാനില്ല എന്ന് വിചാരിച്ച് നീ ഒന്നും പ്രവർത്തിക്കരുത്. കാരണം അള്ളാഹു നിന്നെ സദാ കാണുന്നു. നോക്കുന്നവരിൽ, നിന്നെ വീക്ഷിക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നീ അവഗണിച്ചേക്കരുത്. കാരണം ഖുൽ അലയ്യ റഖീബു, നീ അപ്പോൾ പറയണം എന്റെ റബ്ബ് എന്നെ സദാ നിരീക്ഷിക്കുന്നവനാണ്. അള്ളാഹുവിനെ അവർ കൽപ്പിച്ച ബഹുമാനവും ആദരവുമാണ്, അള്ളാഹുവിനെ കൽപ്പിച്ച ഗൗരവമാണത്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെതായി പറയപ്പെടുന്ന ചില ബൈത്തുകളിൽ ഇങ്ങനെ കാണാം: ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. നീ ഏതെങ്കിലും ഒരു നാൾ, ഏതെങ്കിലും ഒരു ദിവസം ഒറ്റക്കാകുമ്പോൾ നിന്റെ മനസ്സിനോട് പറയരുത് ഞാൻ ഒറ്റക്കാണ് എന്ന്. ഫലാ തഖുൽ ഖലൗതു, ഞാൻ ഒറ്റക്കാണ്, ആരും എന്നെ കാണുന്നില്ലല്ലോ. എന്നെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരും കാണാതെ ഏതെങ്കിലും ഒരു കോണിൽ നിനക്കൊറ്റപ്പെട്ടൊരു ഹറാമ് ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഫലാ തഖുൽ ഖലൗതു, നീ പറയരുത് ഞാൻ ഒറ്റക്കാണ് എന്ന്. വലാകിൻ ഖുൽ അലയ്യ റഖീബു, നീ പറയേണ്ടത് ആരും എന്നെ കാണുന്നില്ലല്ലോ, കേൾക്കുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ എന്നല്ല, മറിച്ച് എന്നെ സദാ കാണുന്ന, കേൾക്കുന്ന, നിരീക്ഷിക്കുന്ന ഒരുവരുണ്ടല്ലോ, എന്റെ റബ്ബുണ്ടല്ലോ എന്ന് നീ സ്വയം മന്ത്രിക്കണം. വലാ തഹ്സബന്നല്ലാഹ യുഗ്ഫിലു മാ മദാ വഅന്നല്ലദീ യുഖ്ഫാ അലൈഹി യഗീബു. നീ വിചാരിച്ചേക്കരുത് നീ എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ, ആരും അറിയാതെ പ്രവർത്തിച്ചു കൂട്ടിയാൽ അതാരും അറിഞ്ഞിട്ടില്ല എന്ന് നീ വിചാരിക്കരുത്. അത് അശ്രദ്ധയിലാകാതെ എല്ലാ രഹസ്യവും അത് പരസ്യമായി മനസ്സിലാക്കുന്ന, അറിയുന്ന, കാണുന്ന, വീക്ഷിക്കുന്ന റബ്ബ് നിന്നെ തൊട്ട് അശ്രദ്ധനാണ് എന്ന് നീ വിചാരിക്കരുത്. ആരശ്രദ്ധയിലായാലും അള്ളാഹുവിന് മുമ്പിൽ ഒരു രഹസ്യവും രഹസ്യമല്ല, എല്ലാം പരസ്യമാണ് എന്ന് നീ സ്വയം മന്ത്രിക്കണം. ലഹൗന അനിൽ അയ്യാമി ഹത്താ തതാബഅത് ദുനൂബുൻ അലാ ആസാരിഹിന്ന ദുനൂബു. നമ്മൾ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം നമ്മൾ കളിച്ചു, മതിച്ചു, രസിച്ചു, ഉല്ലസിച്ചു, ആർമാദിച്ചു. ഹത്താ തതാബഅത്, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ദുനൂബുൻ അലാ ആസാരിഹിന്ന ദുനൂബു, തിന്മകളുടെ അനന്തരഫലമായി തിന്മകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി. ഒരു തിന്മ ചെയ്താൽ അതിനുള്ള ശിക്ഷയാണ് അടുത്ത തിന്മ എന്നുള്ളത്. തിന്മ ചെയ്താൽ തൗബ ചെയ്യാൻ അവസരം കിട്ടുന്നില്ല, പിന്നെയും തിന്മകളിലേക്ക് പോകാന്നുള്ള തിന്മക്കുള്ള ദുനിയാവിലെ ശിക്ഷയാണ്. ഇങ്ങനെ തിന്മക്കുമേൽ തിന്മകൾ കൂമ്പാരമായി കുമിഞ്ഞുകൂടി. ദിവസങ്ങൾ നീ തള്ളി നീക്കി, നിന്റെ വർഷങ്ങൾ നീ നശിപ്പിച്ചു കളഞ്ഞു, നീ ആർമാദിച്ചു, ഉല്ലസിച്ചു. ഫയാ ലൈത അന്നല്ലാഹ യഗ്ഫിറു മാ മളാ വയഅ്ദനു ലീ ഫീ തൗബത്തിൻ ഫഅതൂബു. നീ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ തിന്മകൾ പുറത്തു തന്നിരുന്നെങ്കിൽ, എനിക്ക് അവനോട് തൗബ ചെയ്യാൻ അവൻ എനിക്ക് അനുമതി നൽകിയെങ്കിൽ എനിക്ക് തൗബ ചെയ്യാമായിരുന്നു, ഞാൻ തൗബ ചെയ്യട്ടെ, അള്ളാഹുവിലേക്ക് മടങ്ങട്ടെ എന്ന് നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് മഹാനായ ഇമാമു സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പാടിയെന്നാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ പാടുന്നത്? എന്തുകൊണ്ടാണ് അവനിങ്ങനെ കവിത രചിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലുപ്പം, അവന്റെ മഹത്വം, അവനെക്കുറിച്ചുള്ള ഉയർന്ന ബോധം, അവന്റെ ഗാംഭീര്യം അതവരുടെ മനസ്സിൽ നിറഞ്ഞതുകൊണ്ടാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വല്ലാത്തൊരു വാക്കാണിത്. ലൗ അലിമ الناس لذة حب الله لقلت مطاعمهم ومشاربهم وحرصهم. മനുഷ്യരെങ്ങാനും അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ആസ്വാദനം അറിഞ്ഞിരുന്നുവെങ്കിൽ, അനുഭവിച്ചിരുന്നുവെങ്കിൽ, അവർക്ക് ദുനിയാവിൽ ഏറ്റവും ആസ്വാദികരമായ ഭക്ഷണത്തിനും പാനീയങ്ങൾക്കും ദുനിയാവിലെ സുഖസൗകര്യങ്ങൾക്കും ഒരാസ്വാദനവും, ഒരു രുചിയും, ഒരനുഭൂതിയും അവർക്ക് കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നു. അതിലൊന്നും അവർക്ക് അനുഭൂതിയോ സുഖമോ ആസ്വാദനമോ കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നു. നമുക്ക് ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, ദുനിയാവിന്റെ സുഖങ്ങൾ, ഇതൊന്നും നമുക്ക് ആസ്വാദനമായി തോന്നില്ലായിരുന്നു. എങ്ങനെയായിരുന്നുവെങ്കിൽ, അല്ലെ, നമ്മുടെ ദുനിയാവിലെ ജീവിതം അതിനു വേണ്ടിയിട്ടാണല്ലോ. കുറെ തിന്നണം, കുറെ കുടിക്കണം, കുറെ ഉടുക്കണം, കുറെ നടക്കണം, കുറെ സഞ്ചരിക്കണം, കുറെ വാഹനത്തിലേറണം, കുറെ വീടുണ്ടാക്കണം, കുറെ പൈസ സമ്പാദിക്കണം. ഈ ദുനിയാവിന്റെ സുഖങ്ങളെല്ലാം നമുക്ക് മുന്തിയ സുഖങ്ങളായി തോന്നുന്നത് എന്തുകൊണ്ടാണ്?
അള്ളാഹുവിനേക്കാൾ, അവന്റെ റസൂലിനേക്കാൾ, അവന്റെ ദീനിന്റെ അധ്യാപനങ്ങളെക്കാൾ നമുക്കിഷ്ടവും പ്രിയങ്കരവുമായി തോന്നുന്നത് എന്തുകൊണ്ടാണ്? നാവ് കൊണ്ട് ഇപ്പം നമ്മൾ പുറത്തേക്ക് പറഞ്ഞേക്കും, അല്ല അങ്ങനെയല്ല അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ഖൽബിനകത്ത് എന്താണ് അവസ്ഥ? ദുനിയാവിന്റെ ഇത്തരം സുഖങ്ങളും ആസ്വാദനങ്ങളുമാണോ നമ്മുടെ യഥാർത്ഥ ആസ്വാദനം? എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? മുൻഗാമികൾ അവർക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം, അതാണ് ഏറ്റവും വലിയ ആസ്വാദനമായി തോന്നിയിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വദാലിക അന്നൽ മലായികത അഹബ്ബുല്ലാഹ് ഫസ്തഗ്നൗ ബിദിക്രിഹി അൻ ഗൈരിഹി. മലക്കുകൾ അവരാരെക്കാളും എന്തിനേക്കാളും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ്. എന്താണ് മലക്കുകളുടെ പണി? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹു കൽപ്പിച്ചതിനപ്പുറത്തൊരടി അവരനങ്ങില്ല. അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുക എന്നതാണ് അവരുടെ ഡ്യൂട്ടി. അള്ളാഹു കൽപ്പിച്ചത് ഉടനടി പ്രവർത്തിക്കുക. അള്ളാഹുവിനെ ലവലേശം പോലും ധിക്കരിക്കാതെ ജീവിച്ച മലക്കുകൾ അള്ളാഹുവിനെ മറ്റാരെക്കാളും മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് മലക്കുകളുടെ പ്രധാന പണി എന്താണ്? മലക്കുകളുടെ പ്രധാന ജോലി എന്താണ്? മലക്കുകളുടെ ടൈം പാസ് എന്താണ്? മലക്കുകളുടെ ആസ്വാദനം എന്താണ്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നത് മാത്രമാണ്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് മാത്രമാണ്. എന്തുകൊണ്ട്? മറ്റുള്ള കാര്യങ്ങളെ സ്മരിക്കുന്നതിനേക്കാൾ, മറ്റുള്ള വൃത്തികളിൽ ഏർപ്പെടുന്നതിനേക്കാൾ അവരുടെ പ്രധാനപ്പെട്ട പണി അള്ളാഹുവിനെ സ്മരിച്ച് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റെന്തിനേക്കാളും അവരിഷ്ടപ്പെട്ടത്, ആരെക്കാളും അവരിഷ്ടപ്പെട്ടത് അള്ളാഹുവിനെയാണ്. ഇങ്ങനെ മനുഷ്യന്മാർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ട പോലെ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിൽ ആസ്വാദനമൊന്നും അവർക്കൊരാസ്വാദനമായി തോന്നുകയില്ല. സ്വർഗത്തിലെത്തുവോളം അവർക്ക് യഥാർത്ഥ ആസ്വാദനം ഉണ്ടാവുകയില്ല എന്നാണ്. ഇതാണ് ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. മഹാനായ ആമിർ ബിൻ അബ്ദ് ഖൈസ് റഹിമഹുല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹത്തെ പറ്റി പറയാണ്. അഹ്ബബ്തുല്ലാഹ അസ്സ വജല്ല ഹുബ്ബൻ സഹുല അലയ്യ കുല്ലു മുസീബത്തിൻ വറദാനി ഫി കുല്ലി ഖദിയത്തിൻ ഫമാ ഉബാലി മഅ ഹുബ്ബി ഇയ്യാഹു മാ അസ്ബഹ്തു അലൈഹി. അഹ്ബബ്തുല്ലാഹ അസ്സ വജല്ല ഹുബ്ബൻ, അല്ലാഹുവിനെ ഞാൻ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചു. സഹുല അലയ്യ കുല്ലു മുസീബത്തിൻ, എന്നെ ബാധിച്ച ഏതൊരു മുസീബത്തുണ്ടോ അതെല്ലാം എനിക്ക് ഒന്നുമല്ലാതായി തീർന്നു. എനിക്ക് ബാധിച്ച പ്രയാസങ്ങളെല്ലാം നിഷ്പ്രയാസമായി എനിക്ക് തോന്നി അള്ളാഹുവിനെ ഞാൻ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചപ്പോ. വറദാനി ഫി കുല്ലി ഖദിയത്തിൻ, അള്ളാഹു വിധിച്ച എല്ലാ വിധിയും എനിക്ക് തൃപ്തിയടയാൻ അതെന്നെ സഹായിച്ചു. എന്നെ ബാധിച്ച ഒരു പ്രയാസവും എനിക്കൊരു പ്രയാസമേ അല്ലാതായി മാറി. അള്ളാഹുവിന്റെ വിധി എന്തെങ്കിലും എനിക്ക് പ്രതികൂലമായിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തൃപ്തിയടയുന്നവനായി മാറി ഞാൻ. ഫമാ ഉബാലി മഅ ഹുബ്ബി ഇയ്യാഹു മാ അസ്ബഹ്തു അലൈഹി. അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഏതു ദിവസവും നേരം പുലരുമ്പോൾ എന്തെന്നെ ബാധിച്ചാലും അതെനിക്കൊരു വിഷയമല്ല. ആ ദിവസം അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ നിറഞ്ഞിട്ടാണെങ്കിൽ അന്ന് എന്ത് സംഭവിച്ചാലും, എന്ത് നഷ്ടവും മുസീബത്ത് നേരിട്ടാൽ അതെനിക്കൊരു വിഷയമേ അല്ല. കാരണം എന്തിനേക്കാളും എൻ്റെ മനസ്സിൽ വലുതായിട്ടുള്ളത് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് എന്ന് അദ്ദേഹം പറയാണ്. മുത്തറിഫ് അബ്ദുല്ലാ ഇബ്നു ശിഖീർ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, ഇന്ന അഹബ്ബ ഇബാദില്ലാഹി ഇലല്ലാഹി ശകൂറു സാബിർ അല്ലദി ഇദ ബുതുലിയ സബർ വഇദ ഉഅതിയ ശകർ. അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ അള്ളാഹുവിനെ നന്ദി ചെയ്ത് ജീവിക്കുന്നവരും പരീക്ഷണങ്ങൾ ക്ഷമിക്കുന്നവരാണ്. ഈ രണ്ട് ഗുണമുള്ളവർ, ശുക്ർ ചെയ്യുന്നവർ, സബ്ർ ചെയ്യുന്നവർ. എപ്പോഴാണ് അവർ ശുക്ർ ചെയ്യുക? ഇദാ ഉഅതിയ ശകർ, അള്ളാഹു നൽകിയാൽ, അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞാൽ അവർ നന്ദി ചെയ്യും, നന്ദികേട് ചെയ്യില്ല. സമ്പത്ത് ലഭിച്ചാൽ, ആരോഗ്യം ലഭിച്ചാൽ, ഒഴിവു സമയമുണ്ടായാൽ, യുവത്വത്തിലായാൽ, ഇതെല്ലാം അള്ളാഹു ദുനിയാവിൽ നൽകുന്ന വലിയ നിഅമത്തുകളാണ്. കുടുംബവും ഭാര്യയും സന്താനങ്ങളും ഭൗതിക സുഖങ്ങളും ഉണ്ടായാൽ ശകർ, അവർ അതിനെ നന്ദി ചെയ്യാൻ ഉപയോഗിക്കും. അള്ളാഹുവിന് തൃപ്തിയുള്ള മാർഗത്തിൽ അത് ഉപയോഗിക്കും.
നന്ദി ചെയ്യുന്നവരാകും. ഇതാണ് ഷക്കൂർ. മറ്റൊരുവർ അസ്സബൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചാൽ, കടമുണ്ടായാൽ, പട്ടിണിയുണ്ടായാൽ, രോഗം ബാധിച്ചാൽ, പ്രതീക്ഷിക്കാതെ മരണം പിടികൂടിയാൽ, എന്തു മുസീബത്ത് ബാധിച്ചാലും സബർ, അവർ ക്ഷമിക്കും. ഇവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവർ എന്ന് മുത്തറിഫ് ഇബ്നു ശിഖീർ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, ഉൻവാനു സആദ, സൗഭാഗ്യ ജീവിതത്തിന്റെ മേൽവിലാസം, ഒരാളുടെ ജീവിതം ഖൈറിലാണ്, നന്മയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സൗഭാഗ്യ ജീവിതത്തിന്റെ മേൽവിലാസം ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഇദാ ഉൻഇമ അലൈഹി സബർ, ഇദാ ഉൻഇമ അലൈഹി ശകർ, അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടാൽ നന്ദി ചെയ്യും. ഇദാ ബുതുലിയ സബർ, പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കും. ഇദാ അദ്നബ ഇസ്തഗ്ഫർ, തിന്മകൾ പ്രവർത്തിച്ചാൽ ഉടനടി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാറിൽ മുഴുകും, നന്മകളിൽ മുന്നേറും. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ സൗഭാഗ്യവാനാണ്, അവന്റെ ജീവിതം സൗഭാഗ്യ സമ്പൂർണമാണ് എന്ന് മനസ്സിലാക്കാം. അതിന്റെ അഡ്രസ്സാണിത്. അനുഗ്രഹം നൽകപ്പെട്ടാൽ നന്ദി ചെയ്യും, ശുക്ർ ചെയ്യും. പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കും. അതിനിടയിൽ തിന്മകൾ സംഭവിച്ചാൽ ഉടനടി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് നന്മയിലേക്ക് തിരിച്ചു നടക്കും. ഉബൈദ് ഇബ്നു ഉമൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇന്ന ദുനിയ ഹയ്യിനത്തുൻ അലല്ലാഹി തആല അൻ യുഅതിയഹാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ദുനിയാവെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നിസാരമായ, നിന്ദ്യമായ സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ ദുനിയാവ് അവൻ ഇഷ്ടമുള്ളവർക്കും കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. ദുനിയാവിൽ അത് കിട്ടിയില്ല, ഞാൻ ആഗ്രഹിച്ചത് നേടാൻ സാധിച്ചില്ല, ഒരു പുരുഷായുസ് മുഴുവൻ ചോര നീരാക്കി പണിയെടുത്ത് അധ്വാനിച്ചു, ആരോഗ്യം നഷ്ടപ്പെട്ടു, പക്ഷെ ഒരു കൂര കയറ്റാൻ പറ്റിയില്ല, ഒരു തുണ്ട് ഭൂമി വാങ്ങാൻ പറ്റിയില്ല. ഇങ്ങനെ പല പരാതികളും ദുനിയാവിന്റെ പേരിൽ നമുക്കുണ്ടാകും, നമുക്ക് കിട്ടാതെ പോയതിൽ. ദുനിയാവ് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലൗ കാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊലത്തിൻ മാ സഖാ മിൻഹാ കാഫിറുൻ ശർബത മാ. അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിനോളമെങ്കിലും ഖനമുണ്ടായിരുന്നുവെങ്കിൽ, വിലയുണ്ടായിരുന്നുവെങ്കിൽ, കൊതുകിന്റെ ചിറകിനോളമെങ്കിലും അല്ലാഹു ദുനിയാവിൽ വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് ഒരു കാഫിറും, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒരു കാഫിർ പോലും ഒരിറക്ക് വെള്ളം പോലും കുടിക്കില്ലായിരുന്നു. എന്തുകൊണ്ട് കുടിക്കുന്നു? എന്തുകൊണ്ട് സുഖിക്കുന്നു? എന്തുകൊണ്ട് രസിക്കുന്നു? അല്ലാഹുവിനെ ധിക്കരിക്കുന്നവൻ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തന്നെ ദുനിയാവിന്റെ വക്താവായി ജീവിക്കുന്നു. അല്ലാഹു ദുനിയാവിന് എത്ര വില കൽപ്പിച്ചിട്ടുള്ളൂ. അതവൻ ഇഷ്ടപ്പെട്ടവനും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവനും അവൻ കൊടുക്കും. എന്നാൽ വലാ യുഅ്തിൽ ഈമാൻ ഇല്ലാ മൻ യുഹിബ്, ഈമാൻ അവൻ നൽകുന്നവർ, ഈമാൻ അല്ലാഹു നൽകുന്നവർ അല്ലാഹു ഇഷ്ടപ്പെട്ടവർ മാത്രമാണ്. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഈമാൻ ലഭിക്കപ്പെട്ടവരാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം അവൻ നൽകുന്ന കാര്യം. മഹാനായ അഹ്മദ് ഇബ്നു ഉബൈ അൽ ഹവാരി റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ പറയണം, അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രവേശിച്ചു. അദ്ദേഹം കരയുകയാണ്. എന്തുകൊണ്ടാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ അഹ്മദ് വലിമ ലാ അബ്കി, ഞാൻ എന്തിന് കരയാതിരിക്കണം? വഇദാ ജന്നൽ ലൈലു വനാമത്തിൽ ഉയൂൻ, രാത്രി ഇരുട്ടിക്കഴിഞ്ഞാൽ, കണ്ണുകൾ ഉറങ്ങിക്കഴിഞ്ഞാൽ, വഖല കുല്ലു ഹബീബിൻ ബിഹബീബി, അല്ലാഹുവിനെ ഇഷ്ടമുള്ളവർ തങ്ങളുടെ ഇഷ്ടപ്പെട്ട റബ്ബിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, വഫ്തറശ അഹ്ലുൽ മഹബ്ബത്തി അഖ്ദാമുഹും, തങ്ങളുടെ കാലിൽ നീരുകെട്ടി അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ, വജറത് ദുമൂഉഹും അലാ ഖുദൂദിഹിം, അവരുടെ കണ്ണുനീരുകൾ അവരുടെ കവിളുകളിലൂടെ ചാലിട്ടൊഴുകുകയാണെങ്കിൽ, വഖത്തറത് ഫീ മഹാരീബിഹിം,
അവർ നിസ്കരിക്കുന്ന മുസല്ലകൾ നനഞ്ഞു കുതിരുകയാണെങ്കിൽ, ഞാൻ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് കരയാതിരിക്കും? ഞാൻ എന്തിന് കരയാതിരിക്കണം? മഹാനായ റബ്ബിന് എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറക്കമൊഴിച്ച് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തന്റെ ഇഷ്ടഭാജനമായ റബ്ബിനെ തഹജ്ജുദിൽ വീണ് തനിച്ചിരുന്നോർക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാൻ അത് പ്രേരിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്തിന് കരയാതിരിക്കണം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതായിരുന്നു മുൻഗാമികൾക്ക് അല്ലാഹുവുമായി തനിച്ചിരിക്കാനുള്ള ഇഷ്ടം. അല്ല, ആൾക്കൂട്ടത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ, ജമാഅത്ത് നമസ്കാരങ്ങൾക്കെത്താൻ, പകലിന്റെ വേളകളിൽ ഇബാദത്തുകൾ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷേ ആരും കാണാത്ത രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തൻ്റെ കൂടെ കിടക്കുന്നവർ വരെ അറിയാതെ തൻ്റെ പാർശ്വങ്ങൾ കിടപ്പറവിട്ടകന്ന് അള്ളാഹുവിന് വേണ്ടി തനിച്ചിരിക്കുക, ഞാനും എൻ്റെ റബ്ബും മാത്രം. അതാർക്കാ സാധിക്കുക? ആരെക്കാളും എന്തിനേക്കാളും ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊരുത്തു വെച്ചവർക്കാണ്. അതപാരമാണ്. അത് മുൻഗാമികൾ ആസ്വാദനമായിരുന്നു എന്നാണ്. അബൂ സയ്യിദ് അൽ ബസ്താമി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അള്ളാഹുവിനെ കുറിച്ച് ഞാൻ പേടിക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ എൻ്റെ ഈമാൻ അടിയുറക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം വർണ്ണനാതീതമാണ്. അള്ളാഹിനെ ഞാൻ പേടിച്ച് ജീവിക്കുമ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഇഷ്ടം എൻ്റെ മനസ്സിൽ നിറയുമ്പോൾ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന സന്തോഷം എത്രയാണ്. വഅന അബ്ദുൻ ഫഖീർ ഇന്നമൽ അജബു മിൻ ഹുബ്ബിക ലീ വഅൻത മിൽകുൻ ഖദീർ. നോക്കൂ നിങ്ങൾ, ഞാനൊരു ദരിദ്രനായ, അള്ളാഹുലേക്ക് സദാ ആശ്രയിക്കുന്ന അവന്റെ നിസാരനായ അടിമയാണ്. അവനെ ഞാൻ ഇഷ്ടപ്പെടുക, അവനെ ഞാൻ ഭയപ്പെടുക, അതിലെനിക്ക് സന്തോഷമുണ്ടാകുക എന്നത് അത് വളരെ നിസാരമായ കാര്യമാണ്. പക്ഷേ അത്ഭുതം അതല്ല. അദ്ദേഹം പറയാണ്, ലൈസൽ അജബു മിൻ ഹുബ്ബി ലക്, എനിക്ക് റബ്ബിനെ ഇഷ്ടപ്പെടാൻ സാധിക്കുക, എനിക്ക് റബ്ബിനോട് ഇഷ്ടമുണ്ടാകുക എന്നത് അത്ഭുതമുള്ള കാര്യം. ഞാൻ റബ്ബിനെ ഇഷ്ടപ്പെടണം, കാരണം ഞാൻ അവന്റെ അടിമയാണ്. ഞാൻ അവനിലേക്ക് ഒരു കണ്ണിമ വെട്ടുന്ന നിമിഷാർദ്ധ നേരം പോലും ആവശ്യമില്ലാതെ ജീവിക്കുന്നവൻ. ഞാൻ ഫക്കീറാണ്, അവനിലേക്ക് ആശ്രിതനാണ്. ഞാൻ അവനെ സ്നേഹിക്കുക എന്നുള്ളത് വലിയ അത്ഭുതമുള്ള കാര്യമല്ല. മറിച്ച് അത്ഭുതം എന്താണ്? ഇന്നമൽ അജബു മിൻ ഹുബ്ബിക ലീ, റബ്ബേ, നീ നിസാരനായ ശിശുവായ നിന്റെ അടിമയെ, എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ നീ എന്നെ തിരിച്ചിഷ്ടപ്പെടുമെന്നതാണ് അത്ഭുതം. അള്ളാഹുവിനെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ എന്നെ തിരിച്ചവൻ ഇഷ്ടപ്പെടും എന്ന് പറയുന്നതാണ് അത്ഭുതം. വഅൻത മിൽകുൻ ഖദീർ വഅൻത മലികുൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ള രാജാതിരാജനാണ്. ആ റബ്ബ് നിന്റെ നിസാരനായ ഒരു അടിമയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതാണ് അത്ഭുതം. നിസാരനായ ഞാൻ മഹാനായ റബ്ബിനെ ഇഷ്ടപ്പെടുന്നു എന്നതല്ല അത്ഭുതം. നമുക്ക് അള്ളാഹുവിനെ ആരെക്കാളും എന്തിനേക്കാളും സ്നേഹിക്കാൻ വലിയ പ്രയാസമാണ്. അത് വലിയ കീറാമുട്ടിയായി, താങ്ങാത്ത ഭാരമായി നമ്മുടെ മനസ്സിന് തോന്നുന്നുവെങ്കിൽ സഹോദര, അത് വളരെ നിസാരമായ കാര്യം. മഹാനായ റബ്ബിനെ നിസാരനായ നീ ഇഷ്ടപ്പെടുക എന്നുള്ളത് വെറും നിസാരമാണ്. നീ അവനെ ഇഷ്ടപ്പെട്ടാൽ അവൻ നിന്നെ തിരിച്ചിഷ്ടപ്പെടുകയും മലക്കുകളോട് ഞാൻ ഇന്നവനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും ഇഷ്ടപ്പെടുക എന്ന് പറയുകയും മലക്കുകൾ ഉടനീളം അവരുടെ ഇഷ്ടം നമ്മുടെ മേൽ രേഖപ്പെടുത്തുകയും അള്ളാഹു ഭൂമിയിലുള്ളവരുടെ ഇഷ്ടം നമുക്ക് രേഖപ്പെടുത്തുകയും ചെയ്താൽ, റബ്ബിന്റെ ഇഷ്ടമാണ് അതിന് ആധാരമെങ്കിൽ ആ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതെത്ര അത്ഭുതമാണ്. അതുകൊണ്ട് റബ്ബിനെ ഇഷ്ടപ്പെടാൻ റബ്ബിന്റെ ഇഷ്ടം തിരിച്ചു ലഭിക്കുമെന്ന ആ മഹാത്ഭുതം നമ്മൾ ഓർത്താൽ മദീനാണ്. അബൂ സയ്യിദ് അൽ ബസ്താമി റഹിമഹുല്ലാ അദ്ദേഹം പറയും, സലഫുകളിൽപ്പെട്ട അൽ ഖാസിം അൽ ജൂഇ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ശബഅ അൽ ഔലിയാഉ ബിൽ മഹബ്ബതി അനിൽ ജൂഇ, അള്ളാഹുവിനോടുള്ള സ്നേഹത്താൽ അള്ളാഹിന്റെ ഔലിയാക്കളുടെ പട്ടിണി തീർന്നു, അവരുടെ വയറ് നിറഞ്ഞു. അവരുടെ പട്ടിണിക്കുള്ള ഭക്ഷണം അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അവരുടെ പട്ടിണിക്ക് അവർ വയറ് നിറച്ചു. ഫഫഖദു ലദാദത الطعام والشراب والشهوات,
അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും ദേഹേച്ഛകളുടെയും ആസ്വാദനം അവർക്ക് നഷ്ടപ്പെട്ടു. അവർക്കത് ലഭിച്ചാലും അതിൽ ആസ്വാദനം കണ്ടെത്താൻ സാധിക്കാതായി. കാരണം അവരുടെ പട്ടിണി മാറ്റിയത് അള്ളാഹുവിനുള്ള സ്നേഹമാണ്. ലിഅന്നഹും തലദ്ദദു ബിലദ്ദത്തിൻ ലൈസ ഫൗഖഹാ ലദ്ദ. കാരണം അവർ ആസ്വദിച്ച അള്ളാഹുവിനോടുള്ള സ്നേഹമെന്ന ആസ്വാദനം അത് മറ്റേത് ആസ്വാദനത്തെക്കാളും മുകളിലാണ്. അതുകൊണ്ട് അതിനേക്കാൾ വലിയ ആസ്വാദനം അവർക്കൊന്നിലും കണ്ടെത്താൻ സാധിച്ചില്ല. ഫഖത്തഅത്ഹും അൻ കുല്ലി ലദ്ദത്തിൻ. അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, സ്നേഹമെന്ന ആസ്വാദനം മറ്റേത് ആസ്വാദനത്തെയും അവരെ അതിൽ നിന്ന് മുറിച്ചിട്ടു, വിച്ഛേദിച്ചു എന്ന് മുൻഗാമികൾ ചിലർ പറയുകയാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ അവരുടെ നിലപാടുതായിരുന്നു. സലഫുകളുടെ സമീപനവും അവരുടെ നിലപാടും ഇതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അള്ളാഹു സുബ്ഹാന, ഞാൻ നേരത്തെ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് അള്ളാഹുവിനോടുള്ള ബഹുമാനം, ആദരവ്, അള്ളാഹുവിന്റെ മഹത്വം, വലിപ്പം ഉൾക്കൊള്ളുന്ന അവസ്ഥ. രണ്ടാമത് പറഞ്ഞത് അള്ളാഹുവിനോടുള്ള മഹബത്ത്, അവനെ സ്നേഹിക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മൾ കൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന ഇബാദത്തുകളാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകളാണ്. അള്ളാഹുവിന്റെ വലുപ്പം അംഗീകരിക്കാതെ, അവന്റെ മഹത്വം ഉൾക്കൊള്ളാതെ, അവനോടുള്ള ഇഷ്ടം എന്തിനേക്കാളും മനസ്സിൽ നിറയാതെ നമ്മുടെ ഇബാദത്തുകളൊന്നും ശരിയായ ഇബാദത്തുകളായി മാറില്ല. നമ്മൾ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം, ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ്, ഏറ്റവും ശ്രേഷ്ഠമായ സകാത്ത്, ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്, അക്സറുഹും ലില്ലാഹി ദിക്റ, ഏറ്റവും ശ്രേഷ്ഠമായി ഏറ്റവും അധികമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം. അള്ളാഹുവിനെ ഏറ്റവും നന്നായി ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഏതിലാണോ അതാണ് ഏറ്റവും നല്ല ഇബാദത്ത്. ഈ ഇബാദത്ത് അള്ളാഹുവിനെ ഓർക്കുന്ന ഇബാദത്തുകളായി മാറാൻ ആ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചില ഇബാദത്തുകൾ വരണം. അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള ആദരവ്, ഈ രംഗത്തെ സലഫുകളുടെ നിലപാടുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഹാലു സലഫി മഅ ശൗഖി ലിഖാഇല്ലാഹ്, അള്ളാഹുവിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടണം എന്ന ആഗ്രഹം അത് മനസ്സിലുണ്ടാകേണ്ടുന്ന മറ്റൊരു ഇബാദത്താണ്. സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അവനെ നേർക്കുനേരെ കാണണം, അവന്റെ മുഖം ദർശിക്കണം. ഈ ആഗ്രഹം സലഫുകൾ എങ്ങനെയാണ് കാത്തു സൂക്ഷിച്ചത്? മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, മഹാനായ സ്വഹാബി, ലൈസ ലിൽ മുഅ്മിനി റാഹത്തുൻ ദൂന ലിഖാഇല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാതെ ഒരു മുഅ്മിനിന് ഒരു റാഹത്തുമില്ല. ഒരു മുഅ്മിനിന് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് പുറമേ മറ്റൊരു റാഹത്തുമില്ല. അള്ളാഹുവിനെ സ്വർഗത്തിൽ നേർക്കുനേരെ കണ്ടുമുട്ടുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ റാഹത്ത്. അതിനേക്കാൾ മറ്റൊരു റാഹത്തും ഒരു മുഅ്മിനിനില്ല. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പല പ്രയാസങ്ങളും അനുഭവിച്ച് അതിൽ നിന്ന് കരകയറിയാൽ റാഹത്ത് അനുഭവിക്കാറുണ്ട്. നമുക്കിഷ്ടമുള്ള നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ശഹവത്തുകൾ, ലൈംഗികവും അതുപോലെ തന്നെ വിശപ്പും ദാഹവും ഇതെല്ലാം ശമിപ്പിച്ചാൽ, നമ്മുടെ ശഹവത്ത് അടങ്ങിയാൽ നമ്മൾ റാഹത്ത് അനുഭവിക്കാറുണ്ട്. എന്നാൽ ദുനിയാവിൽ ലഭിക്കുന്ന ഏതേത് റാഹത്തിനേക്കാളും വലിയ മാരകമായ ഒരു അസുഖം ദീർഘകാലം, വർഷങ്ങൾ നമ്മളെ അലട്ടി ക്ഷയിപ്പിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അവൻ പൂർണ്ണമായ ശിഫ നൽകി നമുക്ക് ആരോഗ്യം തിരിച്ചു കിട്ടി. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു റാഹത്തുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ പല പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ റാഹത്ത് അനുഭവിക്കാറുണ്ട്. ഏതേത് റാഹത്തിനേക്കാളും അള്ളാഹുവിനെ നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ റാഹത്ത് എന്ന് നമ്മളെ മനസ്സിൽ സ്ഥാപിക്കുന്നത് വരെ നമ്മൾ ശരിയായ മുഅ്മിനാവുകയില്ല എന്നാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ബിശ്ർ ബിൻ മൻസൂർ റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ അതാ ഉസൂലമി റഹിമഹുല്ലയോട് ചോദിക്കുകയാണ്, ഒരു സാങ്കല്പികമായ ചോദ്യം. എന്താണ് ചോദ്യം? അറഅയ്ത ലൗ അന്ന നാറൻ ഊഖിദത് ഫഖീല ലിറജുലിൻ മൻ ദഖല ഹാദിഹി النار ദഖല الجنة. ഒരു തീക്കുണ്ടാരമുണ്ടാക്കി അതിൽ കനലിട്ട് ആളി കത്തിച്ച് മനുഷ്യരോട് പറയാണ്, ഈ തീയിൽ നിങ്ങൾ പ്രവേശിച്ചാൽ നാളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. ഒരു തീക്കുണ്ടാരമുണ്ടാക്കി അത് ആളി കത്തിച്ച് പറയാണ് ആളുകളോട്, ഈ തീക്കുണ്ടാരത്തിൽ നിങ്ങൾ ഇപ്പോൾ പ്രവേശിച്ചാൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. ഇങ്ങനെ പറയപ്പെട്ടാൽ തറ അന്ന അഹദൻ മിനൻ നാസ് യദ്ഖുലു ഫീഹാ, ജനങ്ങളിൽ ആരെങ്കിലും ആ തീക്കുണ്ടാരത്തിൽ പ്രവേശിക്കുന്നത് കാണാൻ സാധിക്കുമോ?
എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഒരു സാങ്കല്പികമായ ചോദ്യം മനസ്സിലായോ? ഒരു തീക്കുണ്ടാരുണ്ടാക്കിയിട്ട് അതിലിപ്പോൾ നിങ്ങൾ ആ തീയിൽ പോയി ചാടിയാൽ നാളെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ആരെങ്കിലും മനുഷ്യന്മാർക്ക് ഓഫർ ചെയ്താൽ, ആ തീ എന്നെ നശിപ്പിച്ചാലും വേണ്ടില്ല, നാളെ സ്വർഗം കിട്ടുമല്ലോ എന്നാഗ്രഹിച്ച് മനുഷ്യന്മാർ അതിൽ പോകുമോ? താങ്കൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹം ആളുകളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്നി അദുന്നു ലൗ ഖീല ലീ ദാലിക്, ഞാൻ എൻ്റെ കാര്യം പറയാം, എന്നോടാണ് അങ്ങനെ പറയപ്പെട്ടതെങ്കിൽ ലഖറത്തു നഫ്സി ഖബ്ല അൻ അദ്ഖുല ഫീഹാ ഫറഹൻ, ആ തീയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ റൂഹ് പോകുമായിരുന്നു. എന്താ കാരണം? അത് കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാമല്ലോ എന്ന സന്തോഷത്താൽ ആ തീയിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ റൂഹ് പോകുമായിരുന്നു, സ്വർഗത്തിൽ പ്രവേശിക്കാമല്ലോ എന്ന സന്തോഷത്താൽ എന്ന് അദ്ദേഹം പറയാണ്. ഇതായിരുന്നു എന്താണ് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അവർക്ക് ഏറ്റവും ലഭിക്കുന്ന ആസ്വാദനം? നമ്മൾ ഖുത്ബയിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ തൃപ്തി, അവനെ കാണുക എന്ന അവന്റെ തിരുമുൽ കാഴ്ച. ഇതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം. അള്ളാഹുവിനെ നോക്കി കാണുക എന്നതിനേക്കാൾ വലിയ ആസ്വാദനം സ്വർഗത്തിലില്ല എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിജാബാകുന്ന മറയാകുന്ന നൂറിനെ നീക്കിക്കഴിഞ്ഞ് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അവന്റെ മുഖം പ്രദർശിപ്പിച്ചാൽ യാ സുബ്ഹാനല്ലാഹ്, അതിനേക്കാൾ വലിയ ആസ്വാദനം സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുകയില്ല എന്നതാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആ സന്തോഷം എൻ്റെ കൽബിനെ മതിച്ച് എൻ്റെ റൂഹ് പോകുമായിരുന്നു ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ന് മഹാനായ അത്താ സുലമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയണം. മുൻഗാമികളിൽപ്പെട്ട ചിലർ പറയുകയാണ്, ലൗ അന്ന ദുനിയ ഉദിലത് അലയ്യ മുൻദു യൗമിൻ ഖുലിഖത് ഇലാ അൻ തഫ്നാ അതനഅമു ഫീഹാ ഹലാലൻ ലാ ഉസ്അലു അൻഹു യൗമൽ ഖിയാമ വബൈന അൻ തഖ്റുജ നഫ്സി ലഖ്തർതു അൻ തഖ്റുജ നഫ്സി അസ്സാഅ. എന്താണിത്? ദുനിയാവ് അത് സൃഷ്ടിക്കപ്പെട്ട അന്ന് മുതൽ, ദുനിയാവ് സൃഷ്ടിക്കപ്പെട്ട ആദ്യ ദിവസം മുതൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ എന്തും ആസ്വദിച്ചോളാൻ എനിക്ക് സമ്മതം ലഭിക്കുകയും. എങ്ങനെ? ദുനിയാവ് അല്ലാഹു സൃഷ്ടിച്ച ആദ്യ ദിവസം മുതൽ അത് നശിക്കുന്ന അവസാന ദിവസം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഹലാലാക്കിയ എല്ലാ സുഖങ്ങളും ദുനിയാവിൽ നിന്ന് ആസ്വദിക്കാൻ എനിക്ക് സമ്മതം ലഭിക്കുകയും ഞാനത് ആസ്വദിക്കുകയും ലാ ഉസ്അലു അൻഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിനെപ്പറ്റി എന്നോട് ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന ഏത് സുഖത്തെപ്പറ്റിയും ചോദിക്കും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഏത് സുഖാസ്വാദനത്തെ പറ്റിയും അല്ലാഹു ചോദിക്കും. പക്ഷേ മുൻഗാമികൾ ചിലർ പറയാണ്, ദുനിയാവ് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ സുഖങ്ങളും അല്ലാഹു എനിക്ക് ഹലാലാക്കി തന്ന എല്ലാം ഞാൻ അനുഭവിച്ചു. നാളെ മരിച്ചു എന്നാൽ അല്ലാഹു എന്നോട് അതിനെപ്പറ്റി ചോദിക്കുകയില്ല. അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് വബൈന അൻ തഖ്റുജ നഫ്സി, എൻ്റെ നഫ്സ്, എൻ്റെ റൂഹ് ഇപ്പോൾ നഷ്ടപ്പെടും എന്ന അവസ്ഥയും. ഇത് രണ്ടിലേതാണ് ഞാൻ തിരഞ്ഞെടുക്കുക എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മുൻഗാമികൾ ചിലർ പറഞ്ഞു, ലഖ്തർതു അൻ തഖ്റുജ നഫ്സി അസ്സാഅ, ആ നിമിഷം എൻ്റെ റൂഹ് നഷ്ടപ്പെടുന്നതാണ് ഞാൻ ആഗ്രഹിക്കുക. ഖിയാമത്ത് നാൾ വരെ ദുനിയാവിലുള്ള എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ എനിക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ട്. നാളെ മരിച്ചു എന്നാൽ അതിനെപ്പറ്റി എന്നോട് ചോദ്യമില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ദുനിയാവിൽ പരമാവധി സുഖിക്കുന്നേ. ഇതല്ലേ നമ്മൾ ചിന്തിക്കുക? പരമാവധി സുഖിക്കാൻ അനുവാദമുണ്ട്, നാളെ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയില്ല എന്ന് സങ്കല്പിക്കുക. മറുവശത്ത് ഇപ്പോൾ നീ മരിക്കും, നിന്റെ റൂഹ് പോകും. ഈ രണ്ട് ഓപ്ഷൻ ഏതാ നമ്മൾ സ്വീകരിക്കുക? നമ്മുടെ ഓട്ടബുദ്ധി കൊണ്ട് അളന്നാൽ നമ്മൾ എന്താ ചിന്തിക്കുക? മുൻഗാമികൾ പറയാണ്, ലഖ്തർതു അൻ തഖ്റുജ നഫ്സി സാഅ, അത് പറയപ്പെട്ട ആ നിമിഷം എൻ്റെ റൂഹ് നഷ്ടപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അതാണ് ചൂസ് ചെയ്യുക. കാരണം അമാ തുഹിബ്ബു അൻ തൽകാ മൻ തുതിഅ, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ, ആ നിമിഷം ഞാൻ മരിച്ചാൽ എൻ്റെ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടാമല്ലോ സ്വർഗത്തിൽ. അതാണ് എനിക്ക് ഇതിനേക്കാൾ വലിയ ആസ്വാദനം എന്നാണ്. ദുനിയാവിലെ എന്തും ഏതും ലഭിക്കുന്നതിനേക്കാൾ ഖിയാമത്ത് നാൾ വരെ ആസ്വദിച്ച് അതിനെപ്പറ്റി ലവലേശം പോലും ചോദ്യം ചെയ്യപ്പെടാതെ പരലോകത്ത് ഞാൻ പാപസുരക്ഷിതനായാൽ പോലും ഉടനടി മരിച്ച് എൻ്റെ റബ്ബിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുക എന്നാണ് മുൻഗാമികൾ പറഞ്ഞത്. കാരണം എന്താ? അവർക്കത് ഏതിനേക്കാളും ആസ്വാദനം ഇഷ്ടം
സ്വർഗത്തിൽ അള്ളാനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ സന്തോഷം അവർക്കില്ല എന്നാണ്. സഹോദരങ്ങൾ, ഒരു നിമിഷമെങ്കിലും ഇത് നമുക്ക് തോന്നിയിട്ടുണ്ടോ ഇങ്ങനൊരു ആഗ്രഹം? പല ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളും നമ്മൾ മനസ്സിൽ കെട്ടിവെക്കും, വലിയ കൊട്ടാര സമാനമായി അല്ലേ? പല ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും, പല സ്വപ്നങ്ങളും. എന്നാൽ ഇങ്ങനെ ഒരു സ്വപ്നം, ഇങ്ങനെ ഒരു ആഗ്രഹം, ഇങ്ങനെ ഒരു അംബീഷൻ ഉണ്ടോ? എന്താ കളിക്കണം? നമുക്ക് സാധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് സാധിക്കണം എന്നാണ്. നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നമുക്കത് സാധിക്കണം. ഇതായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥ. ഇത് നമ്മുടെ ഖൽബ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇബാദത്തുകളാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദുആയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖത്തേക്കുള്ള നോട്ടം, നിന്നെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം, മനസ്സിലുള്ള ആഗ്രഹം. അല്ലാഹുവേ ഇന്നി അസ്അലുക്, ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ മുഖം കണ്ടാസ്വദിക്കുന്ന ആസ്വാദനം റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം തേടിയ ദുആകളിൽപ്പെട്ടതാണ്. ഹാലു സലഫി ഫി സിദ്ഖി മഅ അല്ലാഹ്, അല്ലാഹുവിനോടുള്ള സത്യസന്ധതയിൽ അടുത്ത ഗുണതാണ്. നമ്മൾ എത്ര പറഞ്ഞത്? ഏതൊക്കെ പറഞ്ഞത്? അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊള്ളുക എന്നുള്ള അവസ്ഥ, തഅളീമുല്ലാഹ്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അവനോടുള്ള സ്നേഹം അത് ഉൾക്കൊള്ളുക എന്ന അവസ്ഥ. മൂന്നാമതായി സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം. ഇതെല്ലാം നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന ഇബാദത്തുകളാണ്. നാലാമതായി അസ്സിദ്ഖു മഅ അല്ലാഹ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുമ്പിലിരുന്ന് കളിക്കാനും ചിരിക്കാനാണെങ്കിൽ ഇവിടെ ഇരിക്കരുത്. ഇത് ചിരിയും കളിയും തമാശം പറയുന്ന സദസ്സല്ല. നിങ്ങൾക്ക് വിലയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പോയി കളിച്ചോ, ചിരിച്ചോ. ഇത് പറയുമ്പോൾ ചിരി വരെ നമുക്ക്. അങ്ങനെ ആ ഗൗരവമില്ലാത്ത കുട്ടികളെ സദസ്സിൽ ഇരുത്തേണ്ടതാണ് എൻ്റെ അഭിപ്രായം. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഖൂലു ലിമൻ ലം യകുൻ സാദിഖൻ ലാ യതഅന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സത്യസന്ധത പാലിച്ച് ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇബാദത്ത് ചെയ്തവൻ പണിയെടുക്കേണ്ടതില്ല എന്ന് അത്തരക്കാരോട് പറഞ്ഞേക്കുക. വല്ലാത്തൊരു വാക്കാണത്. ഖൂലു ലിമൻ ലം യകുൻ സാദിഖൻ, ദീനിൽ സത്യസന്ധതയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, നല്ല ഇസ്ലാമിന്റെ വേഷമുണ്ട്, രൂപമുണ്ട്, കോലമുണ്ട്, ചേലുണ്ട്, താടിയുണ്ട്, നീളക്കുപ്പായമുണ്ട്, തൊപ്പിയുണ്ട്, തലപ്പാവുണ്ട്, ശുഭ്രവസ്ത്രധാരിയാണ്, വെള്ള കൊണ്ട് കുളിച്ചവനാണ്. ഇതൊന്നുമല്ല വിഷയം. പണ്ഡിതനാണ്, ആലിമാണ്, ഹോജയാണ്, ബീവിയാണ്, ബാബയാണ്, തങ്ങളാണ്. ഇതിലൊന്നുമല്ല കാര്യം. സത്യസന്ധമായി ഖൽബിനകത്ത് കൊത്തിവെച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധത്തിലുള്ള സത്യസന്ധതയുണ്ടോ? അതില്ല എങ്കിൽ ലാ യതഅന്ന, നീ പണിയെടുത്തു വല്ലാതെ ക്ഷീണിക്കേണ്ടതില്ല എന്ന് അത്തരക്കാരോട് പറഞ്ഞേക്കുക. പുറമേക്ക് മാത്രം ദീന് പ്രകടിപ്പിച്ചു, ഉള്ളിൽ ദീനിന്റെ കാമ്പും ദീനിന്റെ സത്തയും നഷ്ടപ്പെട്ടവർ, ഉള്ളിൽ ദീൻ സ്വാധീനിക്കാത്തവർ, വലിയ വായിൽ ദീൻ പറയുന്നവർ, നന്നായി പെരുമാറാൻ അറിയാത്തവർ, മുസ്ലിമീങ്ങളോട് ചിരിക്കാൻ അറിയാത്തവർ, അവരോടൊന്ന് സലാം പറയാൻ അറിയാത്തവർ, അവരുടെ പ്രയാസങ്ങളിൽ താങ്ങാവാൻ സാധിക്കാത്തവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞ സൽഗുണ സ്വഭാവ സമ്പന്നമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ സാധിക്കാത്തവർ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി തനിച്ചിരിക്കുമ്പോൾ അവനെ ഓർത്ത് കരയാൻ സാധിക്കാത്തവർ, ഏകാന്തതയിൽ അല്ലാഹു വിലക്കിയ ഹറാമുകൾ പ്രവർത്തിക്കാതിരിക്കാൻ നഫ്സിനെ തടഞ്ഞു വെക്കാൻ സാധിക്കാത്തവർ, ഇതൊക്കെയാണ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ. അല്ലാഹുമായുള്ള ബന്ധത്തിൽ സിദ്ഖ് പാലിക്കാൻ സാധിക്കാത്തവർ, അവരോട് പറഞ്ഞേക്കുക ലാ യതഅന്ന, അവർ വല്ലാതെ പണിയെടുത്ത് ക്ഷീണിക്കേണ്ടതില്ല. കാരണം പണിയെടുത്തിട്ട് കാര്യമില്ല. നാളെ പരലോകത്ത് ചെന്നാൽ വെറും കൈയോടെ ശൂന്യരായി അധപ്പതിക്കേണ്ടി വരും എന്ന് പറഞ്ഞേക്കുക എന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ പറയാണ്. മഅറൂഫുൽ ഖർഹി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മാ അക്സറു സ്വാലിഹീൻ വമാ അഖല്ലു സ്വാദിഖീൻ. സ്വാലിഹീങ്ങൾ എത്രയോ ഉണ്ടല്ലോ, എത്രയാണ് ഇപ്പൊ സ്വാലിഹീങ്ങൾ അല്ലെ? സ്വാലിഹീങ്ങൾക്ക് പഞ്ഞല്ല, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് പഞ്ഞമില്ല, ധാരാളം ഉണ്ടാകും. വമാ അഖല്ലു സ്വാദിഖീൻ, പക്ഷെ അവരിലെ സ്വാദിഖീങ്ങളുണ്ടല്ലോ, സത്യസന്ധതയുള്ളവർ, ചെയ്യുന്നത് ഉള്ളു തൊട്ട് മനം തൊട്ട് സത്യസന്ധമായി ആളുകളെ ബോധിപ്പിക്കാൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി, പുറംപൂച്ചിന് വേണ്ടി ചെയ്യാത്ത, ഉള്ളു തൊട്ടി അല്ലാഹ്
എന്ന ബോധത്തോടെ സിദ്ഖോടെ പ്രവർത്തിക്കുന്നവർ അവർ തുലവും തുച്ഛമാണ്, അവർ ശുഷ്കമാണ്. പേരിന് സ്വാലിഹീങ്ങൾ എമ്പാടുമുണ്ട് എന്ന് മഅറൂഫുൽ ഖർഹി റഹിമഹുല്ലാ അദ്ദേഹം പറയാം. മഹാനായ വഖീ ഇബ്നു ജറാഹ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഹാദിഹി ബിദാഅ ലാ യർതഫിഉ ഫീഹാ ഇല്ലാ സ്വാദിഖ്. ദുനിയാവിൽ നിങ്ങൾ എടുക്കുന്ന പണികൾ, അമലുകൾ, അത് ആഖിറത്തിലേക്കുള്ള നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, നിങ്ങളുടെ കച്ചവട ചരക്കാണ്. നിങ്ങൾ സ്വരുക്കൂട്ടിയ നിങ്ങളുടെ കച്ചവട ചരക്കാണ്. അതിന് വില ഉണ്ടല്ലോ. ഇപ്പോൾ വില കൂടുന്ന സാധനങ്ങൾ, സ്പൈസസ്, അങ്ങനത്തെ സാധനങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, വിലക്കയറ്റം വന്നു കഴിഞ്ഞാൽ അത് ഒട്ടാകെ വിറ്റ് വൻ ലാഭം കൊയ്യാവുന്ന അത്തരത്തിലുള്ള കച്ചവടത്തെക്കുറിച്ചൊക്കെ അറിയാലോ നമുക്ക്. കച്ചവടക്കാരൊക്കെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഈ കച്ചവട ചരക്ക് ഇതുപോലെ ആഖിറത്തിലേക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കച്ചവട ചരക്കാണ്, നിങ്ങൾ സ്വരുക്കൂട്ടുന്ന കച്ചവട ചരക്കാണ് നിങ്ങളുടെ അമലുകൾ. അതിന് വില ഉയരണമെങ്കിൽ, വില ഇടിയാതിരിക്കണമെങ്കിൽ, നഷ്ടം പറ്റാതിരിക്കണമെങ്കിൽ ഇല്ലാ സ്വാദിഖ്, സിദ്ഖുള്ള സത്യസന്ധതയുള്ളവർക്ക് മാത്രമേ അതിൻ്റെ വില ഉയരുള്ളൂ. അല്ലാത്തവരെ വില ഇടിഞ്ഞു പോവും. എന്ത് അമൽ ചെയ്തിട്ടും കാര്യമില്ല, എത്ര അമലിന്റെ കൂമ്പാരം കുന്നുകൂട്ടിയിട്ടും കാര്യമില്ല. സത്യസന്ധത ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി സ്വർഗം ലഭിക്കാൻ, എന്റെ റബ്ബിനെ ബോധിപ്പിക്കാൻ, അവൻ മാത്രം കാണാൻ, അവൻ മാത്രം കേൾക്കാൻ, അവനെ കൊണ്ട് മാത്രം പറയിപ്പിക്കാൻ, അവന്റെ മാത്രം കൂലി പ്രതീക്ഷിച്ച് എന്റെ കൂടെ കഴിയുന്നവരോ, എന്റെ കൂടെ നിൽക്കുന്നവരോ, എന്നെ കൂട്ടിപ്പിടിക്കുന്നവരോ ഒരാളും അറിയാതെ എന്റെ റബ്ബിനെ മാത്രം അല്ലാഹ് എന്ന സത്യസന്ധമായ വികാരവും വിചാരവും മനോവ്യാപാരവും കൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത സത്യസന്ധന്മാർ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ ആ സത്യസന്ധന്മാരിൽ ഉൾപ്പെടുക മുഅ്മിനീങ്ങളെ എന്ന് അല്ലാഹു ഖുർആനിലൂടെ നമ്മോട് കൽപ്പിച്ച സത്യസന്ധന്മാർ അവരാണോ നാം? നമ്മുടെ അമലിന് വിലയേറും, മൂല്യമേറും, ലാഭമേറും. ഇല്ലെങ്കിൽ വിലയിടിയും, നഷ്ടക്കാരായി ഹതഭാഗ്യരായി പരലോകത്ത് പാപ്പരായിത്തീരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها يا رب العالمين. اللهم إنا نسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك يا رب العالمين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. സഹോദരങ്ങളെ, മഹാനായ അബൂ യഅഖൂബ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, സിദ്ഖിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ഇബാദത്തിൽ, നമ്മുടെ ദീനിൽ നമുക്ക് സിദ്ഖുണ്ടാകണം, സത്യസന്ധതയുണ്ടാകണം. അതിന് അദ്ദേഹം ഡിഫൈൻ ചെയ്യുകയാണ്, നിർവചിക്കുകയാണ്. അസ്സിദ്ഖു മുവാഫഖത്തുൽ ഹഖി ഫി സിർരി വൽ അലാനിയ. സിദ്ഖ് എന്ന് പറഞ്ഞാൽ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഹഖിനോട് യോജിക്കുക എന്നതാണ് സിദ്ഖ്. രഹസ്യത്തിലും പരസ്യത്തിലും, ആളുകൾ കാണുമ്പോൾ, ആളുകളുടെ മുമ്പിൽ, പരസ്യമായ ജീവിതത്തിൽ നമ്മൾ ദീനുള്ളവരാണ്, മുത്തഖിയാണ്, സ്വാലിഹാണ്. പക്ഷേ നമ്മുടെ രഹസ്യവേളയിൽ, നമ്മൾ ഒറ്റക്കാകുമ്പോൾ, നമ്മൾ തനിച്ചാകുമ്പോൾ, നമ്മുടെ അധികാരപരിധിയിൽ നമ്മൾ പരിമിതപ്പെടുമ്പോൾ, ആരും നമ്മളെ വിലക്കാനില്ലാതാകുമ്പോൾ, ആരും നമ്മളെ തിരുത്താനില്ലാതാകുമ്പോൾ, ആരും നമ്മളെ ഗുണദോഷിക്കാനില്ലാതാകുമ്പോൾ, രഹസ്യമായി ഇതേ അവസ്ഥ നമ്മുടെ പരസ്യമായുള്ള പ്രകടനം അതുപോലെയാകുന്നുണ്ടോ? ഉള്ളും പുറവും ഒരുപോലെയാകുക, രഹസ്യവും പരസ്യവും ഒരുപോലെയാകുക, ഹക്കിനോട് യോജിക്കുക. അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ പറഞ്ഞു, അവന്റെ സ്വഹാബത്ത് സലഫുകൾ ഇങ്ങനെ മനസ്സിലാക്കി. ഈ അവസ്ഥയാണോ നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും ഉള്ളത്, നമ്മുടെ ഉള്ളിലും പുറമേ ഉള്ളത്, നമ്മുടെ ഒറ്റക്കുള്ള ജീവിതത്തിലും കൂട്ടായ ജീവിതത്തിലും ഉള്ളത്, നമ്മുടെ കച്ചവട രംഗത്തും നമ്മുടെ സാമൂഹിക രംഗത്തും ഉള്ളത്, നമ്മുടെ കുടുംബത്തിനിടയിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലുമുള്ളത്? എങ്കിൽ അതാണ് സിദ്ഖ്. ഈ രംഗങ്ങളിലെല്ലാം ഹക്കിനോട്, ദീനിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് സിദ്ഖ്. പറഞ്ഞു മനസ്സിലായോ? വഹഖീഖത്തു സിദ്ഖി, സിദ്ഖിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അൽ ഖൗലു ബിൽ ഹഖ് ഫീ മവാത്തിനിൽ ഹലക. അത് അതിന്റെ മറ്റൊരു തലമാണ്. യഥാർത്ഥ സത്യസന്ധത എന്ന് പറഞ്ഞാൽ നീ നശിക്കുന്ന
നിനക്ക് മരണം സംഭവിക്കാവുന്ന സാഹചര്യങ്ങളിൽ വരെ ഹക്ക് മുറുകെ പിടിച്ച് നീ ജീവിക്കുക, സത്യം ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുക. അതാണ് സിദ്ഖിന്റെ യാഥാർത്ഥ്യം. അല്ല ആളുകളെ പേടിച്ച് സത്യം മൂടി വെക്കുക, 4 ആൾ കൂടുമ്പോൾ ചൂളിപ്പോയി സത്യത്തിനെതിരെ പ്രവർത്തിക്കുക. ഇതല്ല യഥാർത്ഥത്തിൽ സത്യസന്ധത പ്രകടമാകേണ്ടത്. നിനക്ക് നാശഹേതുകമായ സാഹചര്യങ്ങളിൽ നീ അത് ഉറക്കെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നവനാകുക എന്നുള്ളതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതാണ് സത്യസന്ധത. ഇതാണ് സത്യസന്ധതയോടുള്ള നമ്മുടെ മുൻഗാമികളുടെ സമീപനം. 1-2 ആസാറുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നൽകിയ വസിയത്ത് നമുക്ക് ഇപ്രകാരം വായിക്കാം. യഅലമു ഇബാദല്ലാഹ് അന്നകും തഖ്ദൂന വതറൂഹൂന ഫീ അജലിൻ ഖദ് ഗുയ്യിബ അൻകും ഇൽമു. അല്ലാഹുവിന്റെ അടിയാറുകളെ നിങ്ങൾ അറിയണം, നിങ്ങൾ നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, പ്രഭാതത്തിലാകുന്നു, പ്രദോഷത്തിലാകുന്നു. നിങ്ങൾക്ക് അല്ലാഹു രേഖപ്പെടുത്തിയ അവധിയിലാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ദിനരാത്രങ്ങൾ നിങ്ങൾ പിന്നിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് എഴുതി വെച്ച ആയുസ്സിലാണ്. ഖദ് ഗുയ്യിബ അൻകും ഇൽമു. അതെന്ന് അവസാനിക്കുമെന്നത് നിങ്ങൾക്ക് അജ്ഞാതമാണ്, നിങ്ങൾക്കറിയില്ല. അല്ലാഹുവിനറിയാം. അല്ലാഹുവിന് മാത്രം അറിയുന്ന നിങ്ങൾക്ക് അജ്ഞാതമായ ആയുസ്സിന്റെ അവധിയുടെ പ്രഭാതത്തിലും പ്രദോഷത്തിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ അറിയണം. فإن استطعتم أن تنقضي الآجال وأنتم في عمل الله فافعلوا. നിങ്ങളുടെ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവധി, നിങ്ങളുടെ ആയുസ്, അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ നിങ്ങൾ ആ ആയുസ് അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്ത് മുന്നേറാൻ ഉപയോഗിക്കുക. വലൻ തസ്തതിഉ ദാലിക ഇല്ലാ ബില്ലാഹ്. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ സാധിക്കില്ല. അല്ലാഹുവിനോട് സഹായം തേടുക. അവന്റെ സഹായമില്ലാതെ അവന് വേണ്ടി അമൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിനോട് സഹായം തേടി നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്യുക. ഫസാബിഖു ഫീ മുഹ്ലി ആജാലികും ഖബ്ല അൻ തൻഖദിയ ആജാലികും ഫയുറദ്ദകും ഇലാ അസ്വാ അഅമാലികും. നിങ്ങൾ നിങ്ങളുടെ ആയുസ് അവസാനിക്കുന്നതിന് മുമ്പ് നന്മകളിലാണ് മത്സരിക്കേണ്ടത്, തിന്മകളിലല്ല. തിന്മകളിൽ നിങ്ങൾ മത്സരിച്ചാൽ നിങ്ങളുടെ ആയുസ് പെട്ടെന്നൊടുങ്ങുകയും നിങ്ങളെ ഏറ്റവും മോശമായ പര്യവസാനത്തിൽ നിങ്ങൾ ചെയ്ത തിന്മകളിലായി നിങ്ങൾ ഒടുങ്ങുകയും അങ്ങനെ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ പേടിക്കണം. ഫഇന്ന അഖ്വാമൻ ജഅലു ആജാലഹും ലിഗൈരിഹിം വനസു അൻഫുസഹും. ചില ആളുകളുണ്ട്, അവരാരെ പോലെയാണ്? അവരായുസിനെ കുറിച്ച്, അവരുടെ അവധി തീരുന്നതിനെ കുറിച്ച്, അവർ യാത്ര പറയുന്ന ദിവസത്തെക്കുറിച്ച്, അവർ എന്നേക്കുമായി ദുനിയാവിനോട് വിടവാങ്ങുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. അവരവരെ തന്നെ മറന്നു. മറ്റുള്ളവർ മരിക്കുന്നതെന്നാണ്, മറ്റുള്ളവർ ജീവിക്കുന്നത് എത്രയാണ് എന്ന് നോക്കി അവർ വഞ്ചിതരാകും. ഒരു സമൂഹത്തിൽ മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ 100ഓളം വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ടാവും. ഒരാൾ, ആ ഒരു മനുഷ്യനെ നോക്കി ആ സമൂഹം മുഴുവൻ ഞങ്ങൾ കുറെ കാലം ജീവിക്കുമല്ലോ എന്ന് വിചാരിച്ച് വഞ്ചിതരാകും. അധികം ആളുകളും നേരത്തെ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും, അവരവർ നോക്കുകയില്ല. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരാൾ കുറെ കാലം ജീവിച്ചാൽ അവരെ നോക്കി സായൂജ്യമടയുന്നവരെ പോലെ നിങ്ങൾ നന്നാവാൻ മടിച്ചു നിൽക്കരുത്. മറ്റുള്ള അവധിയിലേക്ക് നോക്കി സ്വന്തം അവധിയെ നിങ്ങൾ മറന്നു കളയരുത്. ഫഅൻഹാകും അൻ തകൂനു അംസാലഹും. അവരെ പോലെ നിങ്ങൾ ആവാതിരിക്കണം, നിങ്ങൾ അങ്ങനെ ആകരുത്. ഫൽവഹാ വൽവഹാ സുമ്മൻ നജാ അന്നജാ. തിരക്കിട്ട് മുന്നേറണം, ധൃതിപ്പെട്ട് മുന്നേറണം, നന്മയിൽ തിടുക്കത്തോടെ മുന്നേറണം. സുമ്മൻ നജാ അന്നജാ. എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് രക്ഷയുണ്ട്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗമുണ്ട്. ഫഇന്ന വറാഅകും ത്വാലിബൻ ഹസീസൻ. അറിയണം, നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ പതിയിരുന്ന് പിന്നാലെ തേടിപ്പിടിച്ച് പിടികൂടുന്ന ഒരാളുണ്ട്. മർറുഹു സരീഉൻ. അവന്റെ വരവ് അപ്രതീക്ഷിതമായിരിക്കും. നനച്ചിരിക്കാതെ ആകസ്മികമായി അവൻ നിന്നെ പിടികൂടും. യാനി അൽ മൗത്ത്. അത് മരണമാണ് എന്നോർക്കുക എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിന്റെ മറ്റൊരു വസിയത്ത് പ്രസിദ്ധമാണ്, നമ്മൾ പലതവണ ആവർത്തിച്ച് കേട്ടതായിരിക്കും. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ് സ്വയം നിങ്ങൾ വിചാരണ ചെയ്യുക. അള്ളാഹുവിന്റെ മഹ്ശറിൽ അവൻ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യുക. വസിനു അൻഫുസകും ഖബല അൻ തുസനു. നിങ്ങളുടെ നന്മ തിന്മകളെ അള്ളാഹു മഹ്ശറിൽ തുലാസിലേറ്റുന്നതിന് മുമ്പ്, തൂക്കി നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് തുലാസിലേറി നോക്കുക. നിങ്ങളുടെ നന്മ തിന്മകൾ നിങ്ങളൊന്ന് കനമൊപ്പിച്ചു നോക്കുക, തൂക്കി നോക്കുക. വതസയ്യനൂ ലിൽ അർദിൽ അക്ബർ. ഏറ്റവും വലിയ പ്രദർശന നഗരിയിലേക്ക് വേണ്ടി നിങ്ങൾ അണിഞ്ഞൊരുങ്ങുക. അങ്ങനെയാണല്ലോ ദുനിയാവിൽ ആളുകളെ കാണിക്കാൻ, ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ, ഷോ ഓഫിന് വേണ്ടി, പ്രകടനപരതയ്ക്ക് വേണ്ടി ആളുകൾ എന്ത് തോന്നിവാസവും ചെയ്യും. സ്ത്രീകൾ അവരുടെ പവിത്രമാക്കപ്പെട്ട സൗന്ദര്യം വരെ പ്രകടിപ്പിക്കും, അവരെ തുണിയുരിയും. പുരുഷന്മാർ അവരുടെ പൗരുഷം പോലും കളഞ്ഞുകൊളിക്കും, സ്ത്രൈണത പ്രകടിപ്പിക്കും. നപുംസകങ്ങളെപ്പോലെ അവർ മനുഷ്യ പേക്കോലങ്ങളെപ്പോലും ഓർമ്മിപ്പിക്കാത്ത മൃഗങ്ങൾക്ക് സമാനമായി പേക്കൂത്തുകൾ നടത്തും. എന്നാൽ നമ്മൾ അണിഞ്ഞൊരുങ്ങേണ്ടത്, അലങ്കൃതരാകേണ്ടത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, വതസയ്യനൂ ലിൽ അർദിൽ അക്ബർ. ഏറ്റവും വലിയ മഹ്ശറ വൻസഭ എന്ന പ്രദർശന നഗരിയിലേക്ക് ഒന്നും മറച്ചു വെക്കാതെ, തലനാരിട കീറി, ഒന്നിനും പഴുതില്ലാതെ, ഒരു ഭയങ്ങളും ഫലിക്കപ്പെടാതെ എല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്ന ആ മഹാപ്രദർശന നഗരിയിലേക്ക് വേണ്ടി നിങ്ങൾ അണിഞ്ഞൊരുങ്ങുക. സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ അലങ്കൃതരാകുക. യൗമ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അവിടെ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു രഹസ്യവും രഹസ്യമാകാത്ത എല്ലാം പരസ്യമാകുന്ന പ്രദർശന നഗരിയാണ്. അവിടേക്ക് വേണ്ടി നിങ്ങൾ അണിഞ്ഞൊരുങ്ങുക. സഹോദരങ്ങളെ, ദുൽഹിജ്ജയുടെ ഈ ദിവസങ്ങൾ, വരാനിരിക്കുന്ന ദിവസങ്ങൾ അതിനുള്ള അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഞാനും നിങ്ങളും എല്ലാവരും അത് ആവർത്തിച്ച് ഓർമ്മിക്കുക, നമ്മുടെ കുടുംബത്തെ ഓർമ്മപ്പെടുത്തുക. വഫഖനല്ലാഹു ലിമാ യുഹിബ്ബു വയർളാ. اللهم يا مقلب القلوب ثبت قلوبنا على دينك يا مصرف القلوب صرف قلوبنا على طاعتك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم وجعل الجنة مأواهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.